കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പറ്റിയുള്ള രണ്ടാമത്തെ വീടാണിത്. കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞ പോലെ രാത്രിയായി ബെഡ് കിട്ടില്ല. ഇവിടെയാണ് ഞങ്ങൾ ഇന്ന് കിടക്കാൻ പോണത്. ഈ ബ്ലോക്ക് സിനിമയിൽ കാണുന്ന പോലെ നല്ല ക്ലീൻ ഉള്ള ബ്ലോക്കാണ് കേട്ടോ. കണ്ണടച്ച് ഓർമ്മയുള്ളൂ, രാവിലെയായി നേരെ ബ്രഷ് എടുത്ത് പല്ലേക്കാൻ പോണ കേട്ടോ. ഈ കാണുന്ന കള്ളികളിലൊക്കെ നമുക്ക് ഡ്രസ്സ് വെക്കാം, നല്ല സംവിധാനമാണ്. ഇതാണ് പാസ്. ഇതില്ലാന്നുണ്ടെങ്കിൽ പിന്നെ MLA പറഞ്ഞിട്ടും കാര്യമില്ല, അകത്ത് കേട്ടില്ല കാലന്മാര്. എന്തൊക്കെ പറഞ്ഞാലും പുറത്തേക്ക് ഇറങ്ങിയ ഒരു ഫോറസ്റ്റിലേക്ക് കയറിയ വൈബാട്ടാ, കുറെ മരങ്ങളൊക്കെ ആയിട്ട്. ഇതാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്. ഇതിലൂടെയാണ് നമുക്ക് അകത്തോട്ട് കയറേണ്ടത്. നേരെ പോയി ചൂടില്ലാത്ത പൊറോട്ടയും ചെറുപയറും കഴിച്ച് 10-0 നല്ല ഫുഡ് ആയിരുന്നിട്ടാ. ഇതാ കാണുന്നതാണ് ഈ ബ്ലോക്കിലെ ICU. അതിനകത്ത് കുറെ ബെഡ് ഉണ്ട്, നല്ല സുഖമാണ്, AC ഒക്കെയാണ്. അതിനകത്ത് കിടക്കണമെങ്കിലൊക്കെ ഒരു ഭാഗ്യം വേണം കേട്ടോ. ഇന്ന് താഴെ OP നടക്കുന്ന ദിവസമാണ്, അതാണ് ഇത്രയും തിരക്ക്. മോളിൽ നിന്ന് കാണുമ്പോൾ താഴേക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയാൻ തോന്നും, പക്ഷെ എറിയെടുത്തിട്ടാ, പാവങ്ങളാണ്. ഇന്നലെ മൊത്തം വെറുതെ ഇരുന്നുകൊണ്ട് ഇന്ന് നല്ല ക്ഷീണമായിരുന്നിട്ടാ. എന്റെ മുഖത്തുള്ള ക്ഷീണം കണ്ടിട്ടാണ് തോന്നുന്നുണ്ട്. സിസ്റ്റർ അപ്പൊ തന്നെ എനിക്ക് ബെഡ് തന്നു. ഇതാണ് ബെഡ് ഇട്ടാ. ഈ വാർഡില് ഏകദേശം 25 ബെഡ് ഉണ്ട്. ഫാന്, ലൈറ്റ്, പ്ലഗ്, ബെഡ്, നല്ല സുഖമാണ്. ഇതിന്റെ ഉള്ളിൽ നമ്മളൊന്ന് ഉറക്കം പിടിച്ച് വരുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഡോക്ടർ, സിസ്റ്ററും പേഷ്യൻസിന്റെ പേര് വിളിക്കും. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. കോഴിക്കോട് ഫുഡിനെ പറ്റി ഞാൻ പറയാൻ ആളല്ല, പക്ഷെ ഇവിടുത്തെ ഫുഡ് പറയാം. മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഫുഡ്, ഇന്ത്യൻ കോഫി ഹൗസ് ഒഴികെ ബാക്കി എല്ലാം വായിൽ വെക്കാൻ പറ്റുന്ന ഫുഡാണ്. ഓവർ പ്രൈസും കഴിക്കാൻ പറ്റുന്ന ഫുഡും. സമയം കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. തെക്കോടെ കാണുന്നതിലൊന്നും സമയം പോകില്ല. പിന്നെ അകത്താണ് റേഞ്ചും ഇല്ല. ആകെ വഴി എന്ന് പറഞ്ഞാൽ വരുന്ന പേഷ്യൻസ് ആയിട്ട് കമ്പനി ആവാം, അവരുടെ ഫാമിലീസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ കമ്പനി ആയിട്ട് പിന്നെ സംസാരിച്ചിരിക്കുക, ഇതാണ് നല്ല വഴി. ഈ ചില്ലിലെ പലഹാരം പോലെ പ്രായഭേദമന്യേ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 2 ദിവസമേ പ്രശ്നമുള്ളൂ. 3-ാമത്തെ ദിവസം മുതൽ നമ്മൾ സെറ്റ് ആവും. തുണി അലക്കാൻ സ്ഥലമുണ്ട്, അലക്കാൻ സ്ഥലമുണ്ട്, ബാത്റൂം, ഫുൾ വൈബ് സ്ഥലം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മരണങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. ICU ഇങ്ങനെ ബോഡി നമ്മുടെ ബെഡിന്റെ അടുത്തൂടെ കൊണ്ടുപോവാ. നിങ്ങൾ വരുമ്പോൾ ഈ സാധനം എന്തെങ്കിലും വേണം കേട്ടോ, പവർ ബാങ്ക് അല്ലെങ്കിൽ പെടും. പിറ്റേന്ന് പെട്ടെന്ന് തന്നെ രാവിലെ നേരെ പോയി പല്ലേക്കുമ്പോൾ ഈ ബിൽഡിംഗ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുക. അതിന്റെ മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ട്, അത് ഓടുന്നില്ല എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാർ ഈ ചേട്ടന്മാർ സീനാട്ടോ. ഫാന് ഗുണ്ടകളെ പോലെയാണ്, ഒരു മനുഷ്യനകത്തോട്ട് വിടില്ല. വേറെ സീനാണ്, വൻ കലിപ്പ് ഇടയ്ക്ക്. ഇവർക്കൊക്കെ കറക്റ്റ് ആൾക്കാരെ അങ്ങനെ കിട്ടണം എന്നാണ് ഞാൻ അല്ലിക്കണത്. പിന്നെ രാവിലെ പോയി പൊറോട്ട മുട്ടക്കറി കഴിച്ച്. ഈ മഞ്ഞ കളർ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ടേട്ടാ, നല്ല കറിയായിരുന്നു. 10-1. ഈ സാധനം ഇവിടെ കുത്തിയ മെനക്കെട്ട അവസ്ഥയാട്ടാ, നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സിസ്റ്റർ അയച്ചൊന്നുമല്ല, ഞാൻ ഇപ്പൊ ഇറങ്ങി ഓടുന്ന് പറഞ്ഞപ്പോ സിസ്റ്റർ അയച്ചു തന്നിട്ടാ. നേരെ പോയി ബിരിയാണി കഴിച്ചു. അപ്പൊ തന്നെ ഞാൻ ഡിസ്റ്റർബ് ആയിട്ടാ. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ എന്നെ കാണാൻ വന്നിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ പിന്നെ അവനെ കൂടെ കണ്ടിട്ട് പോവാൻ വെച്ചു. നിങ്ങൾക്കൊരു സത്യം അറിയോ, ശരിക്കും പേഷ്യൻസിന് പുറത്തേക്ക് പോകാൻ പാടില്ല കേട്ടാ. ഇതൊക്കെ ഞാൻ എങ്ങനെയോ സെറ്റാക്കി പോണതല്ലേ. ഇവിടെ വന്നത് നല്ല രസമാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വണ്ടി പോകുന്ന കാണാം. അങ്ങനെ അവസാനം അവനെ കണ്ടിട്ടാ. ഞാൻ ക്യാമറ ഓണാക്കി കണ്ടപ്പോ അപ്പൊ തന്നെ മൊബൈലൊക്കെ എടുത്ത് ചെവിയിൽ വെച്ച് വന്നവനെയും. എനിക്കറിയാം കസ്റ്റമർ കെയർ ആയിരിക്കുള്ളൂ. പിന്നെ നേരെ പോയിട്ട് ഞങ്ങൾ ചായയും ബോണ്ടയും കഴിച്ചു. ഞാൻ കഴിച്ചില്ല, അവൻ കഴിച്ചു. എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല. അവിടുന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി, അവൻ എന്നെ കാണാൻ വേണ്ടി വന്നതല്ല, അവൻ വേറൊരു ആവശ്യത്തിന് അവിടെ മെഡിക്കൽ കോളേജിൽ വന്നതാണ്. അങ്ങനെ കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി വീട്ടിലോട്ട് പെട്ടെന്ന് തന്നെ അടുത്ത വീട് ചെയ്യാൻ പറ്റുന്ന പ്രതീക്ഷയിൽ ഞാനും. അപ്പൊ ഓക്കെ, ബൈ.